ആരോഗ്യപരിപാലന രംഗത്ത് 8 വർഷത്തെ വിശ്വസ്ത സേവനം പൂർത്തിയാക്കി പൂക്കാട്ടിരി അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ പ്രയാണം തുടരുകയാണ്. 8ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് അൽഫ പാരാമെഡിക്കൽ അക്കാദമിയിൽ നിന്ന് വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും തൊഴിൽ നിയമന ഉത്തരവുകൾ വിതരണം ചെയ്ത് അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അൽഫ മെഡിക്കെയർ. കോൺവൊക്കേഷൻ ചടങ്ങിൽ ബിരുദ സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം തൊഴിൽ നിയമന ഉത്തരവുകളും വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ.പി. വഹീദ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ വിശിഷ്ടാതിഥിയായിരുന്നു. ചെയർമാൻ നൌഷാദ് എം.എ. അധ്യക്ഷത വഹിച്ചു. ജനറൽ മാനേജർ സഫ്വാൻ സലീം, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ റഷീദ് കിഴിശ്ശേരി, ഹസൻ മുളക്കൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ.കെ. മുസ്തഫ, ടി.ടി. ജബ്ബാർ, വാർഡ് അംഗങ്ങളായ സൈനബ നൌഷാദ്, ആയിഷ ദിൽഷാന, അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ ഡയറക്ടർ ഷഹീർ സലീം എന്നിവർ സംസാരിച്ചു. 2026 പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചതായി അൽഫ പാരാമെഡിക്കൽ അക്കാദമി അധികൃതർ അറിയിച്ചു. നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കാണ് പ്രവേശനം ആരംഭിച്ചിട്ടുള്ളത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, ഇതിൻ്റെ എയിമിനെ കുറിച്ച്, ഇത് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. എന്നെ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് തന്നെ ഇവർ പറഞ്ഞത് ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് വിമൺ എംപവർമെൻറ്റിനാണ് എന്നാണ്. അതുകൊണ്ട് കൂടിയാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിട്ടുണ്ട്. വിമൺ എംപവർമെൻറ്റ്, എൻ്റെ പൊളിറ്റിക്കൽ സയൻസിൽ PhD എടുത്തപ്പോഴും എൻ്റെ തീസീസ് മലപ്പുറം ജില്ലയിലെ മുസ്ലിം വനിതകളുടെ രാഷ്ട്രീയ ശാക്തീകരണം എന്നതാണ് എൻ്റെ തീസീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു വിമൺ എംപവർമെൻറ്റിന് ഊന്നൽ നൽകുന്ന ഒരു വേദിയിൽ സംസാരിക്കാൻ വലിയ സന്തോഷമുണ്ട്. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ, മേ ബി. അത് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. അങ്ങനൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഒരു പരിധി വരെ ട്രൊമാറ്റിക് ആവാം, പല സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷത്തിൻ്റെ ആവാം. ആ പ്രോസസ്സ് വളരെ എളുപ്പമാക്കുന്നത് വളരെ കംഫർട്ടബിളായിട്ട് നമ്മളെ കൂടെ ഒരാളുണ്ടാകുമ്പോഴാണ്. അങ്ങനെ ഒരാളായിക്കൊണ്ട് വളരെയധികം വർഷങ്ങളായിക്കൊണ്ട് ഈ ഫീൽഡിൽ ഉള്ള ഡോക്ടർക്കൊപ്പം വേദി പങ്കിടാൻ സാധിച്ചു എന്നത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി, അഭിമാനത്തോടു കൂടി കാണുന്നു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി.